ബെത്ലഹേമിൽ മനുഷ്യകുലത്തെ രക്ഷിക്കുന്നതിനായി ദൈവപുത്രനായ യേശു പിറന്നു. മഹാജൂബിലി വർഷം ആചരിക്കുന്ന ഈ വേളയിൽ നമുക്കും ഈ ക്രിസ്തു ജനനം മനസ്സിലേറ്റാം. അവിടുത്തെ എളിമയും സ്നേഹവും നമുക്ക് അനുഭവമാക്കണം. മൂന്നാം ബ്ലോക്ക് ക്രിസ്തുവിന്റെ ജനനത്തിന്റെ ഒരു ദൃശ്യാവിഷ്കാരം നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു. ആറാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലിയയിൽ നസറത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നു പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയം എന്നായിരുന്നു. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ, നിന്റെ ചാർച്ചക്കാരിയായ വൃദ്ധയായ എലിസബത്ത് ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. ദൈവദൂതന്റെ വാക്കുകൾ സത്യമാണോ എന്ന് അറിയുകയും തനിക്ക് ലഭിച്ച വലിയ കൃപ തുറന്നു പറയാൻ മറിയത്തിന് ഏലീശോമ അല്ലാതെ മറ്റാരും ഇല്ലായിരുന്നു. അത്യുന്നതന്റെ ശക്തി നിറഞ്ഞ 2 അമ്മമാരുടെയും കൂടിക്കാഴ്ച അനിവാര്യമായിരുന്നു. അവൾ സക്കറിയായുടെ വീട്ടിൽ പ്രവേശിച്ചു. എലിസബത്തിനെ അഭിവാദനം ചെയ്തു. എലീശാമേ, ശാലോം. നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലം അനുഗ്രഹീതം. എന്റെ കർത്താവിന്റെ അമ്മ, എന്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ഇതാ, നിന്റെ അഭിവാദന സ്വരം എന്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എന്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്നും മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി.
സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ. മറിയം അവളുടെ കൂടെ 3 മാസത്തോളം താമസിച്ചു. പിന്നെ വീട്ടിലേക്ക് മടങ്ങി. മറിയത്തിന്റെ ഭവനം. യൗസേ പിതാവ് തന്റെ ജോലിയിൽ വ്യാപൃതനായിരിക്കുന്നു. അഗസ്റ്റസ് സീസർ തിരുമനസിന്റെ കൽപ്പന. ഓരോരുത്തരും പേരെഴുതിക്കാനായി താന്താങ്ങളുടെ പട്ടണങ്ങളിലേക്ക് പോകണം. പുരുഷനും സ്ത്രീയും കുട്ടികളും എല്ലാവരും ഈ കൽപ്പനയ്ക്ക് വിധേയപ്പെട്ടിരിക്കുന്നു. നമ്മൾ ദാവീദിന്റെ വംശത്തിലും കുടുംബത്തിലും പെട്ടവരായതിനാൽ നമുക്ക് ബത്ലഹേമിലെ നസ്രത്തിലേക്ക് പോകേണ്ടി വരും, അല്ലേ? അതേ മറിയം ഗലീലിയയിലെ പട്ടണമായ നസറത്തിൽ നിന്ന് യൂദയായിൽ ദാവീദിന്റെ പട്ടണമായ ബത്ലഹേമിലേക്ക് ഗർഭിണിയായ നിന്നെയും കൂട്ടി പോകണമോ? അതൊരു പ്രയാസമുള്ള യാത്രയായിരിക്കും മറിയം. അത് സാരമില്ല, വിഷമിക്കേണ്ട. രാജകൽപ്പന ദൈവകൽപ്പന പോലെ നമുക്ക് ശിരസാ വഹിക്കാം. കിഴക്കൊന്ന് കിടക്കാൻ, നടുവൊന്ന് നിവർത്താൻ ഒരിടം തേടി നാം എത്ര നടന്നു. എത്ര സത്രവാതിലുകൾ മുട്ടി. ഒരു ചാക്ക് വിരിച്ചു കിടക്കാൻ നിറവയറുമായി എത്തിയ നിന്നെ അനുവദിക്കുമെന്ന് ഞാൻ ചിന്തിച്ചു. ഹോ, എന്റെ പിതാവായ ദാവീദിന്റെ പട്ടണം ഇത്ര മാറിപ്പോയത് അറിഞ്ഞില്ല. സാരമില്ല, പരിപാലിക്കുന്നവൻ കൂടെയുണ്ടല്ലോ. ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഇതായിരിക്കും നിങ്ങൾക്കുള്ള അടയാളം. പിള്ളക്കച്ച കൊണ്ട് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. വരൂ, നമുക്ക് ബത്ലഹേം വരെ പോകാം. കർത്താവ് നമ്മെ അറിയിച്ച ഈ സംഭവം നമുക്ക് കാണാം.